കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ന്യായവില ഷോപ്പുകളിലേക്കുള്ള മരുന്ന് വിതരണം നിലച്ചിട്ട 10 ദിവസം. മരുന്ന് നൽകിയതിനെ തുടർന്ന് കുടിശ്ശികയായ 90 കോടി രൂപ ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് വിതരണക്കാർ സമരം ആരംഭിച്ചതോടെയാണ് മരുന്നുക്ഷാമം രൂക്ഷമായത്. പ്രശ്നം പരിഹരിക്കാൻ സർക്കാർ ഇടപെടണമെന്ന ആവശ്യം ഉയരുന്നുണ്ടെങ്കിലും ആരോഗ്യവകുപ്പ് നിഷ്ക്രിയമാണ്. വിതരണക്കാർക്കുള്ള കുടിശ്ശിക 90 കോടി രൂപ ആയതോടെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ന്യായവില ഷോപ്പുകളിലേക്കുള്ള മരുന്നിന്റെയും സർജിക്കൽ ഉപകരണങ്ങളുടെയും വിതരണം നിലച്ചത്. IV ഫ്ലൂയിഡ്, വിവിധതരം ഇഞ്ചക്ഷൻ, ശസ്ത്രക്രിയയ്ക്കുള്ള നൂല്, ബാൻഡേജ് തുടങ്ങിയവയ്ക്ക് കടുത്ത ക്ഷാമമാണ് അനുഭവപ്പെടുന്നത്. മെയ് 3-ാം വാരം വരെയുള്ള കുടിശ്ശിക 5.5 കോടിയോളം രൂപ നൽകിയിരുന്നു. എന്നാൽ ഒക്ടോബർ വരെയുള്ള തുകയെങ്കിലും ലഭിക്കാതെ മരുന്ന് വിതരണം പുനരാരംഭിക്കാൻ കഴിയില്ലെന്നാണ് വിതരണക്കാരുടെ നിലപാട്. ഇന്നലെ മെഡിക്കൽ കോളേജ് ആശുപത്രി പ്രിൻസിപ്പാളിന്റെ അധ്യക്ഷതയിൽ നടത്തിയ ചർച്ചയിലും വിതരണക്കാർ ഈ നിലപാട് ആവർത്തിച്ചു. കഴിഞ്ഞ മാർച്ചിൽ തുക കുടിശ്ശികയായപ്പോൾ കൃത്യമായി പണം നൽകാമെന്ന് ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉറപ്പ് ലഭിച്ചിരുന്നു. എന്നാൽ അത് പാലിക്കപ്പെട്ടില്ല എന്നാണ് വിതരണക്കാർ പറയുന്നത്. അതിനാൽ 30 കോടിയെങ്കിലും ലഭിക്കാതെ വിതരണം പുനരാരംഭിക്കാൻ കഴിയില്ല എന്നും വ്യക്തമാക്കുന്നു. അതേസമയം നാളെയും മറ്റന്നാളുമായി തിരുവനന്തപുരത്ത് നടക്കുന്ന ആരോഗ്യവകുപ്പ് യോഗത്തിൽ വിഷയം ആരോഗ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ പറഞ്ഞു. കാസ്പ്, കാരുണ്യ ബെനവലന്റ് പദ്ധതി എന്നിവയിൽ ചികിത്സ നൽകിയ ഇനത്തിൽ 220 കോടി രൂപയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിന് മാത്രം സർക്കാരിൽ നിന്ന് ലഭിക്കാനുള്ളത്. ജനം, കോഴിക്കോട്.